ഇതാണ് മുരിങ്ങയുടെ ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയില തോരനാണ്. നല്ല അടിപൊളി മുരിങ്ങയില തോരൻ വയ്ക്കാൻ പോവാണ് ഞാൻ. പിന്നെ അതിനൊപ്പം തന്നെ കഴിക്കാനായിട്ട് ചമ്മന്തി, അടിപൊളി ഒരു നാളികേര ചമ്മന്തി ഉണ്ടാക്കണം. അപ്പൊ നാളികേര നമ്മുടെ ജാറിലിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ചുവന്നുള്ളി വേണ്ട, അത്ര ചുവന്നുള്ളി ഇട്ടുണ്ട്. അതിടുന്നത് മുളക് പൊടി ഇതിലിട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട്. അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. നമുക്ക് ചെറുതാറിൽ നിന്നിട്ട് അരച്ചെടുക്കാം. അപ്പൊ അടിപൊളി ചമ്മന്തി ആയിട്ട് നാളികേര ചമ്മന്തി എടുക്കാം. കണ്ടില്ലേ, അടിപൊളി നാളികേര ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് കിട്ടാം. സൂപ്പർ നാളികേര ചമ്മന്തി, സൂപ്പർ ആട്ടാ. ഇനി ഞാനിവിടെ ചെയ്യുന്നത് അടുത്തത് ഈ മുരിങ്ങയില തോരണ്ടാക്കാനായിട്ട് പോവാണ്. അത് നമുക്ക് കാണാം. ചൂടായി വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലിതാ ചുവന്നുള്ളി ചതച്ച് വെച്ചതാണ് കേട്ടോ. അത് നമ്മൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ചോറ് വരുന്നുണ്ട്. ഉള്ളി മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ഉള്ളി മൂത്തിട്ട് അപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ശേഷം മുരിങ്ങയില നമ്മളിവിടെ കഴുകി വെച്ചാണ്. അതൊന്ന് വെള്ളം കഴിക്കുന്നു. തീയൊന്ന് കുറച്ച് കൊടുക്കണം. അത് വാടുന്നു.
ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വാടി വരുന്നുണ്ടോ കേട്ടോ. നന്നായിട്ടൊന്ന് വാടി വരും. വാടി വന്നതിന് ശേഷം ഇലയൊന്ന് ഒതുങ്ങിയതിന് ശേഷം വാടി ഒതുങ്ങിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കാൻ പോട്ടെ. അല്ലെങ്കിൽ ഉപ്പ് ചിലപ്പോൾ കൂടി പോകും. ഇലയുടെ അളവ് നമുക്കറിയില്ല. അങ്ങനെ അത് കാരണം കൊണ്ട് ഞാൻ ഉപ്പ് നന്നായിട്ട് അരിയൊന്ന് വാടിയതിന് ശേഷം ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഇട്ട ഇത് ചീഞ്ചട്ടി നിറച്ചുള്ള ഇല വാടുമ്പോൾ എപ്പോഴും അതൊരു കുറവായി തോന്നും. ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് ഇലക്കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പേരിയിൽ ഉപ്പ് കൂടും. തോരൻ ഇലയൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം അതായത് ഞാൻ ഉപ്പിട്ട് കൊടുക്കാനുണ്ട്. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. തീ കുറച്ചിട്ടൊന്ന് വേവട്ടെ. നമ്മുടെ മുരിങ്ങയുടെ ഉപ്പേരി അടിപൊളിയായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് ഇളക്കി മറിച്ച് കൊടുക്കാം. അടിപൊളിയായിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു. മുരിങ്ങയുടെ ഇല വാടിയിട്ടുണ്ട് കേട്ടോ. അതിക്ക് നമുക്ക് നാളികേരം ചെല്ലിയിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് നാളികേരം മുഴുവൻ ഒന്ന് അതിൽ മിക്സി തളിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് വരുന്നു. ഇതാണ് മുരിങ്ങയുടെ ഇല തോരൻ. വേണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായി കണ്ട നമ്മുടെ മുരിങ്ങയുടെ ഇല തോരൻ റെഡി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ നാളികേര ചമ്മന്തി. ഞാനിത് ഗോതമ്പ് ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. അടിപൊളി സാധനമാണ്. അടിപൊളിയാണ്. അതിൻ്റെ കൂടെ തോരൻ മുരിങ്ങയുടെ തോരൻ എപ്പോഴും നല്ലതാണ് കേട്ടോ. നമ്മുടെ കണ്ണിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ മുരിങ്ങയുടെ ഇല കിട്ടാൻ മാർക്കുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. അപ്പോൾ സ്നാക്ക് ഫുഡിന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സപ്പോർട്ട് തരണം. പറഞ്ഞ സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദിയുണ്ട്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.